കുന്നത്ത് നാട്ടിലെ 3 പ്രമുഖ സ്ഥാനാർത്ഥികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. 3 പേരെയും പൊതുരംഗത്ത് സജീവമാക്കിയത് കോൺഗ്രസ് ആണ്. എന്നാൽ ആ 3 പേരും ഇടയ്ക്ക് വഴി പിരിഞ്ഞ് 3 ആശയങ്ങൾക്ക് കീഴിലെത്തി. കുന്നത്ത് നാട്ടിലെ സ്ഥാനാർത്ഥി വിശേഷം കാണാം ഇനി. ത്രികോണ പോരാണ് കുന്നത്ത് നാട്ടിൽ. ചുവരുകളും മതിലുകളുമെല്ലാം മുദ്രാവാക്യമണിയുന്നു. ഇതിനിടയിൽ പഴയ കോൺഗ്രസ് കാലം ഓർത്തെടുത്ത് പറയുന്നു NDA സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ. അത് കോൺഗ്രസ് പശ്ചാത്തലമല്ല. ശ്രീനിജൻ ഞാനോട് ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ. ഞാൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും ശ്രീനിജൻ സംസ്ഥാന സെക്രട്ടറിയുമാണ്. അത് കഴിഞ്ഞാൽ ശ്രീനിജൻ പോകുന്നത്. പിന്നെ സജീന്ദ്രനും പോവാണ് കോൺഗ്രസ്. കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ്. അയാളിപ്പോ NDAയിലല്ലേ? ശക്തമായ രാഷ്ട്രീയ പോരാണ് എന്ന് മാത്രം സിറ്റിംഗ് MLA. 2020 സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിട്ടുണ്ട്. മുൻ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു ദിവാകരനാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? താങ്കളും ഒരു മുൻ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് ഒക്കെ ആയിരുന്നു. അല്ല, നേരത്തെ പറഞ്ഞ പ്രാദേശിക കക്ഷി ഇപ്പം ഇല്ലല്ലോ. അവർ NDAയുടെ ഭാഗമാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ മത്സരിപ്പിച്ചേക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വർഗീയ ശക്തികളും ഇടതുപക്ഷ ശക്തികളും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള മത്സരമാണ് കുന്നത്താട്ട് നടക്കാൻ പോകുന്നത്. ബാബു ദിവാകരൻ പോയതിൽ സജീന്ദ്രന് ദുഃഖമാണ്. എന്നാൽ ശ്രീനിജനോട് സന്ധിയില്ല. അതെ, അവര് പോകേണ്ട സാഹചര്യമൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ MLA ആയിരിക്കുന്ന ആൾ എങ്ങനെയാണ് പോയതെന്നുള്ളതും വലിയ അഴിമതി ആരോപണം ഉണ്ടായതിനു ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPMൽ അഭയം പ്രാപിച്ചു. CPMകാരെ സംബന്ധിച്ച് എന്ത് അഴിമതി കാണിച്ച് അങ്ങോട്ട് ചെന്നാലും അവർ സ്വീകരിക്കും. പിന്നെ NDA സംബന്ധിച്ച് ഇപ്പോൾ ആരെ കിട്ടിയാലും അവരെടുക്കും, മത്സരിപ്പിക്കും. അദ്ദേഹത്തിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം എന്താണ് അങ്ങനെ തീരുമാനമെടുത്തതെന്ന് അറിയില്ല. സുജോയ് എഡ്വേർഡിനൊപ്പം കൊച്ചിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.